ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. എല്ലാ ഡിസൈനേഴ്സിനും, പ്രത്യേകിച്ചും UX/UI ഡിസൈനേഴ്സിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 6 ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ് ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് എല്ലാ ഡിസൈനേഴ്സിനും അവരുടെ വർക്കിനെ വളരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ സ്പീഡാക്കാനും വളരെ സ്മൂത്താക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ക്രോം എക്സ്റ്റൻഷൻസുകളാണ്. അപ്പം നമുക്ക് ഓരോ ക്രോം എക്സ്റ്റൻഷൻസുകളും 1 by 1 ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിൽ വരിക, ഗൂഗിൾ വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം വെബ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ വന്നിട്ട് ഈ കാണുന്ന സെർച്ച് ഏരിയയിൽ നിങ്ങൾക്ക് ഓരോ എക്സ്റ്റൻഷൻസുകളും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്ന ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് മെഷർ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് നിങ്ങൾക്ക് മെഷർ ഡയമെൻഷൻസ് എന്ന് ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഒരു URL കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഓരോ എക്സ്റ്റൻഷൻസുകളും എന്തൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വെബ്സൈറ്റ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു apple.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഓരോ എക്സ്റ്റൻഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു കാണാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മളിവിടെ ഈ ഡയമെൻഷൻസിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ റൈറ്റ് ടോപ്പിലായിട്ട് വന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഓരോ ഏരിയയുടെയും വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു എക്സ്റ്റൻഷനാണിത്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലൂ ലൈൻ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ് അത് കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ 44 പിക്സലാണ് അതിൻ്റെ ഹൈറ്റ്, 727 പിക്സലാണ് അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഓരോ ഏരിയയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ വിഡ്ത്തിന് അതിൻ്റെ സ്പേസിങ് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ടുള്ള എക്സ്റ്റൻഷനാണിത്. ഇപ്പോൾ ഈ മെനൂസ് തമ്മിലുള്ള സ്പേസിങ് അറിയണമെങ്കിൽ ഇവിടെ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വിഡ്ത്ത് എത്ര സ്പേസിംഗ് ഉണ്ട്, ഹൈറ്റ് എത്ര സ്പേസിംഗ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. വളരെ ഈസിയാണ്. ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്കിത് വളരെയേറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്റ്റൻഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത എക്സ്റ്റൻഷൻ നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രീൻഷോട്ടർ എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷനാണ്. ആ സ്ക്രീൻഷോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വെബ്സൈറ്റിൽ നമ്മൾ നിന്നാലും വളരെ പെട്ടെന്ന് ആ വെബ്സൈറ്റിൻ്റെ ഫുൾ സ്ക്രീൻഷോട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഏരിയ മാത്രം, വിസിബിൾ ഏരിയ മാത്രം ക്യാപ്ചർ ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ക്യാപ്ചർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ഫുൾ ഡിസൈൻ പെട്ടെന്ന് ഒരു JPEG ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷനിൽ വരിക, ഹോൾ പേജ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതല്ല നമുക്കൊരു പ്രത്യേക ഏരിയ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ഏരിയ കൊടുക്കാം. ഇവിടെ ക്യാപ്ചർ വരും, ടോപ്പിലായിട്ട് ഡൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ക്യാപ്ചർ ചെയ്ത ഏരിയ ഒരു പ്രത്യേക വിൻഡോയിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് ടോപ്പിലായിട്ട് കുറേ എഫക്റ്റുകളൊക്കെ കൊടുക്കാൻ, ഇപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് ഈ ഒരു ഏരിയ എന്തെങ്കിലും ഒന്ന് വരച്ചെഴുതി കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെയ്തതിന് ശേഷം സേവ് ആസ് PDF ആൻഡ് സേവ് ആസ് PNG ആയിട്ട് നമുക്ക് ആ ഒരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത എക്സ്റ്റൻഷൻ നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ CSSViewer എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷനാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഗുണം, നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിൽ വന്ന് ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് നിങ്ങൾ കഴ്സർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയെക്കുറിച്ചുള്ള ഹോൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഷോപ്പ് ഓൺലൈൻ എന്നുള്ളതിലേക്ക് മൗസ് ഓവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും അതൊരു ആങ്കർ ടാഗ് HTML ആണ്. അതിൽ എന്ത് ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര ഫോണ്ട് സൈസ് ഉണ്ട്, ലൈൻ ഹൈറ്റ് എത്രയാണ്, ലെറ്റർ സ്പേസിങ് എത്രയാണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ്, ടെക്സ്റ്റിൻ്റെ കളർ ഏതാണ് എന്ന് വേണ്ട അതിനകത്ത് HTML ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ കോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഏതൊരു വെബ്സൈറ്റിൽ വന്ന് നമുക്ക് ഏതൊരു ഏരിയയിലോട്ട് വന്ന് നമ്മൾ കഴ്സർ മൗസ് ഓവർ ചെയ്തിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ഫോണ്ട് എടുക്കാൻ, പെട്ടെന്ന് കളർ എടുക്കാൻ, ഇതൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ വളരെ ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സ്റ്റൻഷൻ പരിചയപ്പെടാം. അത് വിൻഡോ റീസൈസർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസിനെ റീസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഈ കാണുന്ന ഒരു ഡിസൈൻ, ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റെസൊല്യൂഷനുകളിലേക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഒരു മൊബൈൽ iPhone 5 കാണണമെങ്കിൽ ജസ്റ്റ് iPhone 5 ക്ലിക്ക് ചെയ്യുക, അത് iPhone 5 മാറുന്നതായിരിക്കും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെസൊല്യൂഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക, അത് ആ ഒരു വ്യൂവിലേക്ക് അത് എങ്ങനെ ഫിറ്റ് ആകും എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണിച്ചു തരും. വളരെ ഈസിയാണ്. നമുക്ക് ഒരു വെബ്സൈറ്റിനെ റീസൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷനിൽ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്റ്റൻഷനാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്
UX ഇവാലുവേഷൻ നമുക്ക് വളരെ UX ഡിസൈനേഴ്സിന് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. UX ചെക്ക് എന്നാണ് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ വന്നൊരു പ്രത്യേക ഏരിയയിലേക്ക് കഴ്സർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലും സംഭവിക്കുന്ന ഒരു UXനെ കുറിച്ച് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രസ് കാര്യങ്ങൾ, എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് വരിക, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാൻ പറ്റും. അതിനകത്ത് വന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോട്ട്സുകൾ അവിടെ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് റെക്കമെൻഡേഷൻ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ സിവിയറിറ്റി എത്ര വേണമെന്നുള്ളത് 0, 1, 2, 3, 4 എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ UX റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നോട്ടും റെക്കമെൻഡേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ലൈവ് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് മറ്റുള്ള ഈ ഡിസൈനേഴ്സിനൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഫീഡ്ബാക്കും മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന UX ഡിസൈനേഴ്സിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സ്റ്റൻഷനാണിത്. അടുത്ത നമുക്കൊരു എക്സ്റ്റൻഷൻ പരിചയപ്പെടാം. ColorZilla എന്നാണ് അതിൻ്റെ പേര്. മറ്റൊന്നുമില്ല, ഏത് വെബ്സൈറ്റ് നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളെ പിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു എക്സ്റ്റൻഷനിൽ വെച്ച് നിങ്ങൾക്കൊരു കളർ പിക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ടോപ്പിൽ കാണുന്ന പേജ് കളർ പിക്കർ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഏരിയയിൽ വന്ന് നിങ്ങളുടെ കഴ്സർ മൂവ് ചെയ്താലും ആ കളറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടോപ്പിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ആ കളർ ടോപ്പിൽ കാണിക്കും. ഇനി എങ്ങനെ ഏതൊരു ഏരിയയിൽ വന്നിരുന്നാലും ആ ഇമേജിനകത്ത് വന്നിരുന്നാലും ഒക്കെ തന്നെ കളർ അവിടെ ചൂസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ കളറിൻ്റെ ഹെക്സ് കോഡ് കോപ്പി ചെയ്യുക. ഫിനിഷ്ഡ്. നിങ്ങളുടെ ഡിസൈനിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഏത് ബ്യൂട്ടിഫുൾ വെബ്സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സുകൾ കണ്ടുപിടിക്കാൻ വളരെ ഹെൽപ്പിംഗ് ആണ്. ഓക്കെ അപ്പോൾ ഡിസൈനേഴ്സ്, ഈ 6 എക്സ്റ്റൻഷൻസും നിങ്ങൾക്ക് വളരെ ഹെൽപ്പാവും. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഫുൾ ഓഫ് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ കൊണ്ട് ഈ ചാനൽ വിസിറ്റ് ചെയ്യിപ്പിക്കാനും സബ്സ്ക്രൈബ് ചെയ്യിക്കാനും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.